ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, എല്ലാവരും GIB അടിപൊളിയായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഗോ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇക്കോളജിക്കൽ ഫാക്ടർ ഇസ് വാട്ടർ, ടെമ്പറേച്ചർ, ലൈറ്റ്, സോയിൽ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിനും ആനിമൽസിനും എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത് എന്താണ്? ടെമ്പറേച്ചർ ആണ്. ഫോർ എവറി ലിവിങ് ഓർഗാനിസം ടു സർവൈവ്, ഫോർ എവറി എൻസൈം ടു കാറ്റലൈസ് എ റിയാക്ഷൻ, ദേ റിക്വയർ ആൻ ഓപ്റ്റിമം ഓഫ് ടെമ്പറേച്ചർ. ഓപ്റ്റിമം ടെമ്പറേച്ചർ അല്ലേ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി ആൻസർ ഇസ് ഓപ്ഷൻ 2. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് നെസസറിലി ഡിക്രീസ് ദ ഡെൻസിറ്റി ഓഫ് എ പോപ്പുലേഷൻ ഇൻ എ ഗിവൺ ഹാബിറ്റാറ്റ്? ഒരു പോപ്പുലേഷന്റെ ഡെൻസിറ്റി കുറയ്ക്കുന്നത് ഇതിൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. നേറ്റാലിറ്റി, മോർട്ടാലിറ്റി, ഇമിഗ്രേഷൻ, എമിഗ്രേഷൻ. നേറ്റാലിറ്റി ഗ്രേറ്റർ ദാൻ മോർട്ടാലിറ്റി, ഇമിഗ്രേഷൻ ഗ്രേറ്റർ ദാൻ എമിഗ്രേഷൻ, മോർട്ടാലിറ്റി ആൻഡ് എമിഗ്രേഷൻ, നേറ്റാലിറ്റി ആൻഡ് ഇമിഗ്രേഷൻ. പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ എ പോപ്പുലേഷൻ. അത് കുറയ്ക്കുന്നത് എന്തായിരിക്കും? അവിടെ എത്ര പേര് മരിക്കുന്നു ആൻഡ് അതുപോലെ അവിടുന്ന് എത്ര പേര് പുറത്തേക്ക് പോകുന്നു. സോ മോർട്ടാലിറ്റി ആൻഡ് എമിഗ്രേഷൻ ആയിരിക്കില്ലേ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദി ആൻസർ ഇസ് ഓപ്ഷൻ 3. Third question, natality refers to number of individuals leaving the habitat, number of birth during a given period, death rate, number of individuals come into the habitat. Natality എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബർത്ത് റേറ്റ് ആണ് അല്ലേ? അപ്പം നമ്പർ ഓഫ് ബർത്ത് ഡ്യൂറിങ് എ ഗിവൺ പീരിയഡ് ആണ്, അതിനെയാണ് നമ്മൾ നേറ്റാലിറ്റി എന്ന് പറയുന്നത്. സോ തേർഡ് ക്വസ്റ്റ്യൻ, ദി ആൻസർ ഇസ് ഓപ്ഷൻ 2, നമ്പർ ഓഫ് ബർത്ത് ഡ്യൂറിങ് എ ഗിവൺ പീരിയഡ് അല്ലേ? ബർത്ത് റേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഇറ്റ് ഈസ് ലൈക്ക് number of births that has happened അല്ലേ? So 30th question, the answer is option third question, the answer is option 2. Fourth question, the core technique that enable the birth of modern biotechnology are ജനറ്റിക് എഞ്ചിനീയറിംഗ്, ബയോപ്രോസസ് എഞ്ചിനീയറിംഗ്, ബോത്ത് 1 and 2. മോഡേൺ ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾസ് ആണ് എന്ത്? ജനറ്റിക് എഞ്ചിനീയറിംഗും പ്രോസസ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് റീകോംബിനന്റ് DNA ടെക്നോളജി ആണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങും മാർക്കറ്റ് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ബയോ പ്രോസസ് എഞ്ചിനീയറിംഗും. സോ ബോത്ത് 1 and 2 ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദി ആൻസർ ഇസ് ഓപ്ഷൻ 3. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, Cry2AB ആൻഡ് Cry1AB പ്രൊഡ്യൂസ് ടോക്സിൻ ദാറ്റ് കൺട്രോൾ. ഇത് നമ്മൾക്കറിയാം അല്ലേ, നമ്മളുടെ പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്സ്, BT കോട്ടനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്ത ജീൻസ് ആണിത്, ഇസ്ന്റ് ഇറ്റ്? സോ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദി ആൻസർ കോട്ടൺ ബോൾവേംസ് ആൻഡ് കോൺ ബോറർ റെസ്പെക്റ്റീവ്ലി ആണ്. Cry2AB കോട്ടൺ ബോൾവേംസിനെയും Cry1AB കോൺ ബോററിനെയും എന്താ പറയുക, പ്രിവെന്റ് ചെയ്യാനുള്ള ടോക്സിൻസിന് വേണ്ടി കോഡ് ചെയ്യുന്ന ജീൻസ് ആണ്, ഇസ്ന്റ് ഇറ്റ്? യെസ്. സോ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദി ആൻസർ ഇസ് ഓപ്ഷൻ 1. Sixth question, tobacco plants resistant to a nematode have been developed by the production of DNA that produce in the host cells both sense and antisense RNA അല്ലേ? യെസ്, RNA ഇന്റർഫറൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. RNA ഇന്റർഫറൻസിലൂടെയാണ് നമ്മൾ ആ നെമറ്റോഡിന്റെ RNA സൈലൻസ് ചെയ്യുന്നത്, isn't it? Sixth question, the answer is option 1. Seventh question, the first clinical gene therapy was given for treating diabetes mellitus, chicken pox, rheumatoid arthritis, adenosine deaminase deficiency. ഫസ്റ്റത്തെ ജീൻ തെറപ്പി ചെയ്തത് ഒരു ചെറിയ കുട്ടിയിലായിരുന്നു. അതായത് SCID എന്ന് പറയുന്ന ഒരു ഡിസോർഡർ ഉണ്ട്, ബോഡിയുടെ ഡിഫൻസ് മൊത്തം പോകുന്ന, പെട്ടെന്ന് അസുഖങ്ങൾ വരുന്ന ഇത് ഉണ്ടാകുന്നത് അഡിനോസിൻ ഡിയാമിനേസ് എൻസൈം നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ അത് ജീൻ തെറാപ്പിയിലൂടെ കറക്റ്റ് ചെയ്തിട്ടാണ് ഫസ്റ്റത്തെ ക്ലിനിക്കൽ ജീൻ തെറാപ്പി ചെയ്തത്. അപ്പം അഡിനോസിൻ ഡിയാമിനേസ് ഡെഫിഷ്യൻസിയാണ് സെവൻത് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എയ്ത്ത് ക്വസ്റ്റ്യൻ, choose the correct option for the toxic protein produced by Bacillus thuringiensis. It acts in neutral medium and binds to epithelial cells of hingut. അല്ല, ആൽക്കലൈൻ മീഡിയത്തിലാണ് അത് ആക്ട് ചെയ്യുന്നത് അല്ലേ? കാരണം അതുകൊണ്ടാണ് അത് പ്രോടോക്സിനായിട്ടിരിക്കുന്ന ടോക്സിൻ ആ നെമാറ്റോഡിന്റെ മിഡ്ഗട്ടിൽ ചെല്ലുമ്പോഴേക്കും ടോക്സിൻ ആയിട്ട് മാറുന്നത്. ആൻഡ് ബൈൻഡ്സ് ടു ദ എപ്പിത്തീലിയൽ സെൽസ് ഓഫ് ദ ഫോർഗട്ട്. ഓക്കെ, സോ തേർഡ് ക്വസ്റ്റ്യൻ ദി ആൻസർ എയ്ത്ത് ക്വസ്റ്റ്യൻ ദി ആൻസർ എന്താണ്? ഫോർഗട്ട് അല്ല, മിഡ്ഗട്ട് ആണ്. സോ ഓപ്ഷൻ 4 ആണ് വരിക. ആൽക്കലൈൻ മീഡിയം ആൻഡ് ബൈൻഡ്സ് ടു ദ എപ്പിത്തീലിയൽ സെൽസ് ഓഫ് ദ മിഡ്ഗട്ട്. അങ്ങനെയാണ് ആ നെമറ്റോഡ് ഫുഡൊന്നും ഡൈജസ്റ്റ് ചെയ്യാതെ മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റാതെ ചത്തുപോകുന്നത്. എയ്ത്ത് ക്വസ്റ്റ്യൻ, ദി ആൻസർ ഇസ് ഓപ്ഷൻ 4. നയൻത് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വെക്ടർ ഇസ് യൂസ് ടു റീപ്ലേസ് ദ ഡിഫക്റ്റീവ് ജീൻ ഇൻ ജീൻ തെറപ്പി? നമ്മൾ ജീൻ തെറപ്പിയിൽ ഡിഫക്റ്റീവ് ജീനെ റീപ്ലേസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന, റീകോംബിനന്റ് DNA കൺസ്ട്രക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വെക്ടർ ഏതാണ്? റെട്രോ വൈറസ്, കോസ്മിഡ്, RI പ്ലാസ്മിഡ്, TI പ്ലാസ്മിഡ്. നയൻത് ക്വസ്റ്റ്യൻ, ദി ആൻസർ എന്താണ്? വി യൂസ് റെട്രോ വൈറസ് ബിക്കോസ് വി ആർ ഡീലിംഗ് വിത്ത് ആനിമൽ സെൽസ് അല്ലെങ്കിൽ ഹ്യൂമൻ സെൽസ് അല്ലേ? അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ പറയുക, ഡിസാംഡ് ആയിട്ടുള്ള ഒരു പാത്തോജൻ. ശരിക്കും റെട്രോ വൈറസ് എന്ന് പറയുന്നത് പാത്തോജൻ അല്ലേ? പാത്തോജൻ, ഡിസാംഡ് പാത്തോജൻ വെക്ടറാണ് ശരിക്കും റെട്രോ വൈറസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്നത് ആനിമൽ സെൽസിലാണ്. 10th question, find out the pairs which are correctly matched.
DNA-I സെല്ലുലാർ ഡിഫൻസ്. ഓക്കെ, ഇതിനെ നമുക്ക് ഡിസാംഡ് പാത്തജൻ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, കാരണം റെട്രോ വൈറസ് എന്ന് പറയുന്ന ഒരു ലിവിങ് ഏജന്റ് അല്ല. ഓക്കെ, സെല്ലുലാർ അവർക്കൊരു സെൽ സ്ട്രക്ചർ ഇല്ല, സോ ദേ നോട്ട് സെല്ലുലാർ, ദേ ആർ സെല്ലുലാർ ഏജന്റ്സ്, ദേ ആർ ജസ്റ്റ് ഇൻഫെക്ഷ്യസ് ഏജന്റ്സ്. വി കൻ നെവർ കോൾ ദം ആസ് എ പാത്തജൻ ബിക്കോസ് എ പാത്തജൻ ഇസ് സമൺ ഹൂ ഇസ് ലിവിങ് ലൈക്ക് എ ബാക്ടീരിയ അല്ലേ. അപ്പം റെട്രോ വൈറസ് we are just using them as a vector. That's correct. 10th, find out pairs which are correctly matched. DNA-I cellular defense, mycorrhiza amensalism, Bacillus thuringiensis Crieff protein, agrobacterium vector. Okay, 10th question the answer എന്താണ്? ഇതിൽ കറക്റ്റ്ലി മാച്ച് ചെയ്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അഗ്രോബാക്ടീരിയത്തിനെ നമ്മൾ വെക്ടറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അത് കറക്റ്റാണ്. ബാസിലസ് തുറിൻജെൻസിസിലാണ് ക്രൈ പ്രോട്ടീൻ ഉള്ളത്, ക്രൈ ജീൻസ് ഉള്ളത്. DNA-I അല്ല, RNA-I ആണ് സെല്ലുലാർ ഡിഫൻസ്. ആൻഡ് മൈക്കോറൈസ അമെൻസാലിസം അല്ല, മ്യൂച്വലിസം ആണ്. അതായത് റൂട്ട് ഓഫ് പൈനസ് പ്ലാന്റും ഫംഗസും തമ്മിലുള്ള മ്യൂച്വലിസ്റ്റിക് അസോസിയേഷൻ ആണ് എന്ത്, മൈക്കോറൈസ എന്ന് പറയുന്നത്. സോ 3rd and 4th ഓപ്ഷൻസ് ആണ് ഇതിൽ കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത്. 11th ക്വസ്റ്റ്യൻ, GEAC സ്റ്റാൻഡ്സ് ഫോർ. നമ്മുടെ ജനറ്റിക് എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റ്സ് നമ്മൾ ചെയ്തിട്ട് അതിൽ റീകോമിനന്റ് DNA ഒക്കെ വെച്ച് നമ്മൾ ക്ലിനിക്കൽ ട്രയൽസ് ചെയ്യാൻ നമുക്ക് അപ്രൂവൽ തരുന്ന കമ്മിറ്റിയാണ് എന്ത്, നമ്മുടെ GEAC എന്ന് പറയുന്നത്. സോ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ വാട്ട് ചിൽഡ്രൻ? 11th question, that is genetic engineering approval committee അല്ലേ, GEAC. Now 12th question, biopiracy is. Similar questions നിങ്ങൾ മുമ്പും ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ്, ഗ്രാൻഡ് ടെസ്റ്റിൽ നിങ്ങൾ എഴുതിയിട്ടുള്ളതാണ് അല്ലേ. The use of biological patent, theft of plants and animals, the use of bioresources of a country without proper authorization, not using biological resources. അതായത് ഒരു കൺട്രിയിലെ നാച്ചുറൽ റിസോഴ്സസിനെ നമ്മളുടെ സ്വന്തമാണെന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബയോ പൈറസി എന്ന് പറയുന്നത്. നമ്മൾ മറ്റേ റൈസിന്റെ കേസൊക്കെ കേട്ടിട്ടുള്ളതാണ്. 13th question, choose the incorrect match. ഇതിൽ റോങ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് ഏതാണ്? കോളിയോപ്റ്റെറൻസ് ഫ്ലൈസ്, ലെപ്പിഡോപ്റ്റെറൻസ് ടുബാക്കോ ബഡ്വർം, BT കോട്ടൺ ഹൈ yield ആൻഡ് പെസ്റ്റ് റെസിസ്റ്റന്റ്, ഗോൾഡൻ റൈസ് വിറ്റമിൻ എ. ഇതിൽ റോങ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് ഏതാണ്? ലെപ്പിഡോപ്റ്റെറൻസ്, ടുബാക്കോ ബഡ്വർംസ്, ലെപ്പിഡോപ്റ്റെറൻസ് ആണ്. ഇത് നമ്മൾ NCERTയിലെ ഡയറക്റ്റ് ലൈൻ ആണ്. BT കോട്ടൺ ഹൈ yield ആൻഡ് പെസ്റ്റ് റെസിസ്റ്റന്റ് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത ക്രോപ്പ് ആണ്. ഗോൾഡൻ റൈസിന് ഇറ്റ് ഇസ് റിച്ച് ഇൻ വിറ്റമിൻ എ, ഇറ്റ് ഇസ് ഓൾസോ എ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് അല്ലേ. യെസ്, കോളിയോപ്റ്റെറൻസ് ഫ്ലൈസ് അല്ല, isn't it? അപ്പോൾ 13th question ആണ് wrongly matched ആയിട്ടുള്ളത്. 14th question, which of the following bacteria is to be used extensively in genetic engineering that work genetic engineering work in plants-ൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മളുടെ നാച്ചുറൽ ജനറ്റിക് എഞ്ചിനീയർ ആരാണ്? യെസ്, നമ്മളുടെ agrobacterium tumefaciens ആണ് അല്ലേ. 14th question the answer is option 4 because we call it as the natural genetic engineering because they have TI plasmid അല്ലേ. അവർ ശരിക്കും പാത്തജൻസ് ആയിരുന്നു, ട്യൂമർ ഇൻഡ്യൂസ് ചെയ്യുന്നവരായിരുന്നു. പക്ഷേ അതിനെ നമ്മൾ ഇനാക്ടിവേറ്റ് ചെയ്തിട്ടാണ് ആ TI പ്ലാസ്മിഡിൻ്റെ ജീൻ ട്രാൻസ്ഫറിനായിട്ടുള്ള ആ കഴിവ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ഒരു ജനറ്റിക് എഞ്ചിനീയറിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. സോ നാച്ചുറൽ ജനറ്റിക് എഞ്ചിനീയർ ആണ് നമ്മുടെ agrobacterium tumefaciens. 15th question, which of the following statements are correct about ADA deficiency? ജീൻ തെറപ്പിയുടെ ഭാഗത്ത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ ഡിലീഷൻ ഓഫ് എ ജീൻ ഫോർ അഡിനോസിൻ ഡിയാമിനേസ് ജീൻ. അതുകൊണ്ട് തന്നെ അവരിൽ അഡിനോസിൻ ഡിയാമിനേസ് പ്രൊഡ്യൂസേ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അവർക്ക് ഈ പ്രശ്നം വരുന്നത്. അഡ്വേഴ്സ്ലി എഫക്ട്സ് ദ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെ, ബോഡിക്ക് ഒരു ഡിഫൻസ് മെക്കാനിസം ഉണ്ടാവില്ല. ആൻഡ് ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ബൈ എൻസൈം റീപ്ലേസ്മെന്റ് തെറപ്പി അല്ലെ. എൻസൈം റീപ്ലേസ്മെന്റ് തെറപ്പി വെച്ച് ചെയ്യാവുന്നതാണ്. ഓൾ ഓഫ് ദി അബവ്, ഇതിലെല്ലാം കറക്റ്റ് അല്ലേ, എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് അല്ലേ. സോ 15th question the answer is option 4. 16th question, sigmoid growth curve is represented by. sigmoid growth curve എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു പോപ്പുലേഷൻ്റെ ഗ്രോത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം ഇതാണ് അവരുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി, മുകളിലേക്ക് ഇങ്ങനെ വളർന്നു പോവാണ്. ഇതാണ് അവരുടെ ക്യാരിയിങ് കപ്പാസിറ്റി, എത്ര പേരെ നമുക്ക് അവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുള്ളത്. അതിന് നമ്മൾ നോക്കുമ്പോൾ ചില പോപ്പുലേഷൻ ഇങ്ങനെ പോകുന്നു, വളരുന്നു, നന്നായിട്ട് വളരുന്നു. അതിന് കഴിഞ്ഞ് അവർ പോപ്പുലേഷൻ ഡെൻസിറ്റി അല്ലേ, പോപ്പുലേഷൻ ഡെൻസിറ്റി ക്യാരിയിങ് കപ്പാസിറ്റി ആയിട്ട് മീറ്റ് ചെയ്യുമ്പോൾ, അതായത് N=K ആവുമ്പോഴേക്കും അവർക്ക് പിന്നീട് ബിയോണ്ട് വളരാൻ പറ്റില്ല. ബിക്കോസ് ഹിയർ റിസോഴ്സസ് ആർ ലിമിറ്റഡ് അല്ലേ. അപ്പോഴാണ് നമുക്ക് ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് അല്ലെങ്കിൽ സിഗ്മോയിഡ് കർവ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എങ്ങനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുക? dN/dt = Rn into N-K/N അല്ലേ. അല്ലെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം മക്കൾ പറഞ്ഞേ? 16th question the answer Rn into 1 - N/K. N-K/K എന്ന് വിടാം, അല്ലെങ്കിൽ 1 - N/K എന്ന് വിടാം അല്ലേ.
യെസ്, അപ്പം ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ 2 ആണ് അല്ലേ. dn/dt is equal to Rn into 1 minus n/k. So 16th question, the answer is option 2. 17th question, the mycorrhiza is, ഞാൻ പറഞ്ഞു, it is an association between the root of a tree, pine tree, and അതിൻ്റെ മുകളിൽ ഈ പൈൻ ട്രീക്ക് ന്യൂട്രിയൻസ് കറക്റ്റ് മണ്ണിന്ന് അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റാത്തത് കാരണം ആ ഫംഗസ് അവിടെ പോയി അവരുടെ മുകളിൽ വളർന്ന് അവരെ ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യും. ഇൻ റിട്ടേൺ പൈൻ ട്രീ എന്ത് ചെയ്യും, ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് ഫോട്ടോസിന്തസിസ് ഒക്കെ നടത്തി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കുറച്ച് ഷുഗറൊക്കെ ഈ ഫംഗസിന് ഫുഡായിട്ട് കൊടുക്കുകയും ചെയ്യും. ഓൾസോ ആ റൂട്ടിൽ വളരാനുള്ള ഷെൽട്ടർ കൊടുക്കുകയും ചെയ്യും. സോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് ഈസ് എ മ്യൂച്വലിസ്റ്റിക് അസോസിയേഷൻ അല്ലേ. മ്യൂച്വലിസത്തിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. സോ മൈക്കോറൈസ ഈസ് അസോസിയേഷൻ ഓഫ് ആൽഗെ ആൻഡ് ഫഞ്ചൈ. ആൽഗയുടെയും ഫഞ്ചൈസിൻ്റെയും അസോസിയേഷൻ ആണ് ലൈക്കൻ. അസോസിയേഷൻ ഓഫ് ഫഞ്ചൈ ഇൻ റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. അസോസിയേഷൻ ഓഫ് ആൽഗെ ഇൻ റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് ആണ് ഓഫ് ദി അബവ്. 17th question, the answer is option 2 അല്ലേ. അസോസിയേഷൻ ഓഫ് ഫഞ്ചൈ ഇൻ റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. 18th question, a population growing in a habitat with limited resources shows 4 phases of growth in the following sequence. Acceleration, റിസോഴ്സസ് ലിമിറ്റഡ് ആകുമ്പോൾ നമുക്കറിയാം ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് കാരണം റിസോഴ്സസ് ലിമിറ്റാകും. അപ്പോൾ ഗ്രോത്ത് ഒരു സ്റ്റേഷനറി ഫേസിലേക്ക് അല്ലെങ്കിൽ ഒരു അസിംപ്ടോട്ടിലേക്ക് എത്തും അല്ലേ. ലാഗ് ഫേസ്, ആക്സിലറേഷൻ, ഡിസ്ലറേഷൻ, അസിംപ്ടോണ്ട്. ആക്സിലറേഷൻ, ഡിസ്ലറേഷൻ, അസിംപ്ടോണ്ട്. എന്താണ് ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ലാഗ് ഫേസ്, ആക്സിലറേഷൻ, ഡിസ്ലറേഷൻ, അസിംപ്ടോണ്ട്. അതായത് പോപ്പുലേഷൻ ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു ക്യാരിയിങ് കപ്പാസിറ്റി എത്തുന്ന സ്റ്റേജിനെയാണ് നമ്മൾ അസിംപ്ടോണ്ട് എന്ന് പറയുന്നത്. അതായത് റിസോഴ്സസ് കുറയുമ്പോൾ ഗ്രോത്ത് നാച്ചുറലി സ്റ്റോപ്പ് ആവും. ഇസ്ന്റ് ഇറ്റ്? സോ 18th question, the answer is option 3 ലാഗ് ഫേസ്. എക്സ്പൊണൻഷ്യൽ ഫേസ് അല്ലെങ്കിൽ ലോഗ് ഫേസിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഡിസ്ലറേഷൻ, കുറച്ചൊന്ന് ഗ്രോത്ത് സ്ലോ ഡൗൺ ചെയ്യും ആൻഡ് ദെൻ ഇറ്റ് റീച്ചസ് ദി അസിംപ്ടോൺ. സോ 18th question, the answer is option 3. 19th question, which statement regarding response of organisms to abiotic factor is false? Respond to abiotic factors false ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. 19th question, all birds and mammals are capable of thermoregulation. അത് ശരിയാണ്. ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിൽ നമ്മൾ പഠിച്ചതാണ്. മെജോറിറ്റി ഓഫ് ആനിമൽസ് ആൻഡ് നിയർലി ഓൾ പ്ലാന്റ്സ് കനോട്ട് മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് ഇന്റേണൽ എൻവറോൺമെന്റ് അല്ലേ. സോ ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. Shivering is a kind of exercise which produces heat and raises body temperature. അതും ശരിയാണ്. Very small animals are commonly found in polar regions as they have to spend less energy to generate. അത് തെറ്റല്ലേ? വെരി സ്മോൾ ആനിമൽസിന് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം അവരുടെ ബോഡി സൈസ് ഈസ് ടു ദ സർഫസ് ഏരിയ ദേ ഓക്യുപ്പൈ. വോള്യൂം ഈസ് ടു സർഫസ് ഏരിയ കുറവായതുകൊണ്ട് അവർക്ക് ഒരുപാട് സമയം ബോഡിയിൽ ഹീറ്റ് സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല. ദേ വോണ്ട് ബി ഏബിൾ ടു സർവൈവ് അല്ലേ. ദേ ആർ നോട്ട് ഫൗണ്ട് ഇൻ പോളാർ റീജിയൻസ്. ഇസ്ന്റ് ഇറ്റ്? സോ 19th question, the answer is option 4. 20th question, which one refers to Allen's rule? If Allen's rule എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് മാമൽസ് ഓഫ് കോൾഡ് റീജിയൻസിന് എന്തായിരിക്കും? ഷോർട്ട് ഇയേഴ്സും ലിംസും ഒക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത്. If stressful conditions are localized, remain ഇതൊന്നുമല്ല. Mammals from colder climates have shorter ears and limbs to minimize the heat loss. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. ദിസ് റെഫേഴ്സ് ടു ദ Allen's rule. അത് അവരുടെ ഹീറ്റ് ലോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് ഓർഗാനിസം ക്യാൻ മൂവ് ഫ്രം സ്ട്രെസ്ഫുൾ ഹാബിറ്റാറ്റ്. ഇതൊന്നും Allen's റൂളുമായിട്ട് റിലേറ്റ് ചെയ്തതല്ല. 21st question, Gauss's principle of competitive exclusion stated. ഓർക്കുന്നില്ലേ നമ്മുടെ ആബിങ്ടൺ ടോർട്ടോയ്സിന്റെയും മറ്റേ ഗോട്ടിന്റെയും എക്സാമ്പിൾ? Competition for the same resources excludes species having different food preferences. തെറ്റാണ്. No two species can occupy the same niche indefinitely for the same limiting resources. ഇത് ശരിയാണ്. Larger organisms exclude smaller ones through competition. No. More abundant species will exclude the less abundant species through competition. This is not related to Gauss's principle. Gauss's principle of competitive exclusion പറയുന്നത് എന്താ? ആ ഐലൻഡിൽ അല്ലേ, ആ ഐലൻഡിൽ നമ്മുടെ ടോർട്ടോയ്സ് സമാധാനപരമായിട്ട് ജീവിക്കുകയായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് അല്ലേ. യെസ്. അപ്പം നമ്മൾ എക്സ്പെരിമെന്റലി ഗോട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഗോട്ട്സ് സുപ്പീരിയർ ഫീഡിങ് എഫിഷ്യൻസി ഉള്ള സ്പീഷീസ് അല്ലേ, അവരെല്ലാ ചെടികളും തിന്നു തീർത്തു. അപ്പോൾ നമ്മുടെ ടോർട്ടോയ്സിന് അവിടുന്ന് പുറത്തേക്ക് രക്ഷപ്പെടേണ്ട വന്നു. സോ നോ ടു സ്പീഷീസ് ക്യാൻ ഓക്യുപ്പൈ ദ സെയിം നീഷ് ഇൻഡെഫിനറ്റ്ലി ഫോർ ദ സെയിം ലിമിറ്റിംഗ് റിസോഴ്സസ്. ബിക്കോസ് ആ ഐലൻഡിലെ റിസോഴ്സസ് ലിമിറ്റഡ് ആയിരുന്നു, സ്മോൾ സ്പേസ് അല്ലേ. സോ 21st question, the answer is option 2. 22nd question, between which among the following the relationship is not an example of commensalism? ഇതിൽ commensalismത്തിന്റെ എക്സാമ്പിൾ അല്ലാത്തത് ഏതാണ്? ഓർക്കിഡ് ആൻഡ് ട്രീ ഓൺ വിച്ച് ഇറ്റ് ഗ്രോസ്. അത് ഓർക്കിഡ് എന്ന് പറയുന്നത് എപ്പിഫൈറ്റ് ആണ്.
അത് കോമൺ സാലിസ് ആണ് അല്ലെ. ഒരാൾക്ക് കോമൺ സാലിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പോസിറ്റീവ് ന്യൂട്രൽ ഇന്ററാക്ഷൻ. ഒരാൾക്ക് ഭയങ്കര പോസിറ്റീവ് എഫക്റ്റ് ആയിരിക്കും, അയാൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും, ഒരാളെ അത് എഫക്റ്റ് ചെയ്യുന്നതേ ഇല്ല അല്ലെ. 2. കാറ്റിൽ, എർഗെറ്റ് ആൻഡ് ഗ്രേസിംഗ് കാറ്റിൽ, അതും കോമൺ സാലിസമാണ്. സീ ആനിമോൺ ആൻഡ് ക്ലൗൺ ഫിഷ് കോമൺ സാലിസമാണ്. ഫീമെയിൽ വാസ്പ് ആൻഡ് സ്വിഗ് സ്പീഷീസ് അത് മ്യൂച്വലിസ് ആണ്. കാരണം ഇറ്റ് ഇസ് എ പോസിറ്റീവ് ഇന്ററാക്ഷൻ, രണ്ടു പേർക്കും ഇഫക്റ്റീവ് ആവുന്നുണ്ട് അല്ലേ. സോ ഇറ്റ് ഇസ് ഓപ്ഷൻ 4. 22nd question, the answer is option 4. 23rd question, the graph shows two types of population growth curve. A is exponential and B is logistic growth curve. Which of the following growth model considered as the more realistic one? നമുക്കറിയാം ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് അല്ലേ റിയലിസ്റ്റിക് ആയിട്ടുള്ളത്. dn/dt is equal to rn into k minus n/k because ഇൻ നേച്ചർ ഒരു സ്ഥലത്തും ഒരിക്കലും അൺലിമിറ്റഡ് ഫുഡ് റിസോഴ്സ് ഒരു ഓർഗാനിസത്തിനും ഉണ്ടാവില്ല. ദർ വിൽ ബി ലിമിറ്റേഷൻ ഇൻ ദ റിസോഴ്സസ് അല്ലേ. യെസ്, സോ ഓപ്ഷൻ 1 എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവ്, 2 എ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ്, 3 Z-shaped growth curve, and D all of the above. So what should be the correct answer to this question? എല്ലാരും പറഞ്ഞേ, which one of the following growth model considered as more realistic one? That is the logistic growth curve അല്ലേ. ഓപ്ഷൻ 2 ആണ് 23rd question the answer. 24th question, long ribbon like pollen grains are seen in some aquatic plants, wind pollinated plants, gymnosperms, bird pollinated plants. aquatic plantsലല്ലേ കാണുക ലോങ് റിബൺ ലൈക്ക് പോളൻ ഗ്രെയിൻസ്. ബിക്കോസ് ഈ പോളൻ ഗ്രെയിൻസിന് വെള്ളത്തിന്റെ അടിയിൽ കൂടി ഇങ്ങനെ പോവാൻ ഹൈഡ്രോഫിലി നടത്താൻ എളുപ്പം എന്താണ്, റിബൺ ലൈക്ക് പോളൻ ഗ്രെയിൻസ് ഉള്ളതാണ്. സോ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള പ്ലാന്റ്സിൽ വാലിസ്നേറിയ, നമ്മുടെ സോസ്തെര അല്ലെ, അവരൊക്കെ എക്സാമ്പിൾ. വാലിസ്നേറിയ അല്ല, സോസ്തെരയിലൊക്കെ നമുക്കത് ശരിക്കും കാണാൻ പറ്റും. അക്വാട്ടിക് പ്ലാന്റ്സ് ആണ് അല്ലെ കറക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ. 24th question, the answer is option 1. 25th, with respect to angiosperms, identify the incorrect pair from the following. ഇതിൽ റോങ് പെയർ ആയിട്ടുള്ളത് എന്താണ്? ആന്റിപോഡൽസ് ഡിപ്ലോയിഡ് ആണ്, അവർ ഹാപ്ലോയിഡ് അല്ലേ, തെറ്റല്ലേ. വെജിറ്റേറ്റീവ് സെൽ ഓഫ് മെയിൽ ഗാമറ്റോഫൈറ്റ് കറക്റ്റ് ആണ്, ഹാപ്ലോയിഡ് ആണ്. പ്രൈമറി എൻഡോസ്പെർമിക് ന്യൂക്ലിയസ് ഇസ് ട്രിപ്ലോയിഡ്. സെൽസ് ഓഫ് ന്യൂസെല്ലസ് ഓഫ് ദി ഓവൽ ഇസ് ഡിപ്ലോയിഡ്. എല്ലാവരുടെയും പ്ലോയിഡിയാണ് പറയുന്നത് അല്ലേ. പ്ലോയിഡ് എന്ന് വെച്ചാൽ എന്താ, നമ്പർ ഓഫ് സെറ്റ്സ് ഓഫ് ക്രോമസോം. പക്ഷേ ആന്റിപോഡൽ സെൽസ് എന്താണ്, ഹാപ്ലോയിഡ് ആണ്. നമ്മുടെ എംബ്രിയോ സാക്കിന്റെ ഉള്ളിലല്ലേ അവരുള്ളത്. 8 ന്യൂക്ലിയേറ്റഡ് 7 സെൽഡ്, 3 ആന്റിപോഡൽസ് അല്ലേ. ഇവിടെ ഒരു സെൻട്രൽ സെല്ല്, അതിന് നടുക്ക് 2 പോളാർ ന്യൂക്ലിയായി, ഇവിടെ 2 സിനർജിഡ്, അതിന് നടുക്ക് എഗ്. ഇവരെല്ലാവരും ഹാപ്ലോയിഡ് ആണ്. യെസ്. സോ 25th question, the answer is option 1. 26th question, what type of pollination takes place in Vallisneria? Pollination occurs in submerged condition by water. ഏറ്റവും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ഒരുപാട് തിയററ്റിക്കൽ ആയിട്ട് ലോങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. യെസ്, pollination occurs in submerged condition by water. Flowers emerge above surface of water. ഇതൊക്കെ തെറ്റാണ്. This is wrong. Plants emerge above water surface and pollen is carried by wind ആണോ? അല്ല. Male flowers are carried by the water currents to female flowers at the surface of water. ആക്ച്വലി പോളൻ ഗ്രെയിൻസിനെയാണ് വാട്ടർ കറൻസ് ക്യാരി ചെയ്യുന്നത്. എന്നാലും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻ 4 ആണെന്ന് പറയാം അല്ലേ. അറേഞ്ച് ദ ഫോളോയിങ് ഇവന്റ്സ് ഇൻ ഓർഡർ ഓഫ് ദിയർ ഓക്യുറൻസ്. ഇവിടെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. പോളിനേഷൻ ഒക്കേഴ്സ് ഇൻ സബ്മേർജ് കണ്ടീഷൻ ബൈ വാട്ടർ. സബ്മേർജ്ഡ് ആയിട്ടല്ല അവർ നിൽക്കുന്നത്. അവരുടെ ഫ്ലവേഴ്സ് സർഫസിലേക്ക് വരുന്നുണ്ട്, വെള്ളത്തിന്റെ സർഫസിലേക്ക് വരുന്നുണ്ട്. പക്ഷെ വാട്ടർ കറൻസ് അവരെ ഇങ്ങനെ കൊണ്ടുപോവാണ് ചെയ്യുന്നത് അല്ലേ. യെസ്, ആൻഡ് പോളൻ ഗ്രെയിൻസ് ഇവിടെ വിൻഡ് അല്ല ക്യാരി ചെയ്യുന്നത്, വാട്ടർ കറൻസ് ആണ് ക്യാരി ചെയ്യുന്നത്. 27th question, അറേഞ്ച് ദ ഫോളോയിങ് ഇവന്റ്സ് ഇൻ ഓർഡർ ഓഫ് ദിയർ ഓക്യുറൻസ്. പോളൻ ട്യൂബ് enters via micropyle in the ovule. Megaspore undergoes mitotic division. 7-celled 8 nucleated embryo sac is formed. 3 megaspores degenerate. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതായത് നമ്മളുടെ മെഗാസ്പോറോജെൻസിനെ കുറിച്ചും അതിനുശേഷം എന്താ സംഭവിക്കുന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ 27 ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? ആദ്യം നടക്കുന്നത് 3 മെഗാസ്പോർസ് ഡീജനറേറ്റ് അല്ലേ. നമുക്കൊരു മെഗാസ്പോർ ടെട്രാഡ് കിട്ടും, അതിന് 3 പേര് ഡീജനറേറ്റ് ചെയ്ത് പോവും, ഒരാൾ മാത്രം ഫങ്ഷണൽ മെഗാസ്പോർ ആയിട്ടിരിക്കും അല്ലേ. ഈ മെഗാസ്പോർസ് എന്ത് ചെയ്യും? ദി ഡിവൈഡ് ബൈ മൈറ്റോട്സിസ് അല്ലേ. അപ്പോൾ 2 ആണ് നെക്സ്റ്റ് വരുന്നത്. അവർ ഡിവൈഡ് ചെയ്ത് നമുക്ക് 7-celled and 8 nucleated embryo sac കിട്ടും. isn't it? യെസ്. സോ 4 ആണ് ആദ്യം വരുന്നത്. 4 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 2 ആണ് അല്ലെ. എന്താണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക? അപ്പോൾ ആൻഡ് ദെൻ കംസ് 7-celled 8 nucleated embryo sac. അതിനുശേഷം പോളൻ ട്യൂബ് നമ്മുടെ മൈക്രോപൈലിൻ്റെ ഉള്ളിൽ കൂടി എൻറ്റർ ചെയ്തിട്ട് മെയിൽ ഗാമേറ്റ്സിനെയും കൊണ്ട് കയറുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ കറക്റ്റ് ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ 2. 28th question,
A single strand of nucleic acid tagged with a radioactive molecule is called. ബയോടെക്കിൽ നിന്നാണ് നമുക്കറിയാം. ബയോടെക്കിൽ നമ്മൾ PCR ചെയ്യുന്നുണ്ട്, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ചെയ്യുന്നതിന് നമ്മൾ പ്രോബ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു സിംഗിൾ സ്ട്രാൻഡ് ഓഫ് ന്യൂക്ലിക് ആസിഡ് ടാഗ് വിത്ത് റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ ഇസ് കോൾഡ് വെക്ടർ സെലക്ടബിൾ മാർക്കർ പ്ലാസ്മിഡ് പ്രോബ്. 28th question, the answer is option 4. പ്രോബിനാണ് അങ്ങനെ പറയാം അല്ലേ. 29th question, the colonies of recombinant bacteria appear white in contrast to blue colonies of non-recombinant bacteria because of, അവിടെ എന്താണ് നടക്കുന്നത്? ഇൻസേർഷൻ ഇനാക്ടിവേഷൻ ഓഫ് ആൽഫ ഗാലക്ടോസിഡേസ് അല്ല, ഇൻസേർഷൻ ഇനാക്ടിവേഷൻ ഓഫ് ബീറ്റ ഗാലക്ടോസിഡേസ് ഇൻ റീകോംബിനന്റ് ബാക്ടീരിയ, ഇനാക്ടിവേഷൻ ഓഫ് ഗ്ലൈക്കോസിഡേസ് എൻസൈം, ഇൻസേർഷൻ ഇനാക്ടിവേഷൻ ഓഫ് ബീറ്റ ഗാലക്ടോസിഡേസ് നടക്കുന്നത് കൊണ്ടല്ലേ. യെസ്, 29th question, the answer is option 2. ബിക്കോസ് നമ്മളുടെ ഫോറിൻ DNA, ഇത് നമ്മുടെ പ്ലാസ്മിഡ് വെക്ടർ ആണ്. ഈ പ്ലാസ്മിഡ് വെക്ടറിൽ ഇതാ നമ്മുടെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ്, ആംപിസിലിൻ റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഒരു ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈമിന്റെ ജീനും കൂടി ഇടുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ഫോറിൻ DNA നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും ഇനാക്ടിവേറ്റ് ആയി പോകും. സോ ഡ്യൂ ടു ദ ഇൻസേർഷൻ ഓഫ് ഫോറിൻ DNA, ബീറ്റ ഗാലക്ടോസിഡേസ് ജീൻ ഗെറ്റ്സ് ഇനാക്ടിവേറ്റഡ്. അതിനെയാണ് നമ്മൾ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറയുന്നത് അല്ലേ. 29th question, the answer is option 2. അതുകൊണ്ട് നമുക്ക് റീകോംബിനൻസിന് ബ്ലൂ കളർഡ് കോളനീസ് കിട്ടില്ല, കളർലെസ് കോളനീസ് ആയിരിക്കും. ഇൻ annealing, PCR-നെ കുറിച്ചാണ്. Primers anneal to the DNA template. Tag polymerase adds nucleotides to the anneal primer. Two strands of the DNA separate. Temperature is 92 degrees Celsius. Annealingil എന്താ നടക്കുന്നത്? 30th questionന്റെ ആൻസർ എന്താ മക്കൾ പറഞ്ഞേ? Primers anneal to the DNA template അല്ലേ. പ്രൈമേഴ്സ് പോയിട്ട് DNA ടെംപ്ലേറ്റിൽ അനീൽ ചെയ്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ടാഗ് DNA പോളിമറൈസ് വന്നിട്ട് അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ലോങ് ആക്കി മാറ്റും. സോ 30th question, the answer is option 1. 31st question, a selectable marker is used to help in eliminating the non-transformants so that the transformants can be regenerated. അത് തന്നെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ. യെസ്. And identify the gene for desired trait and select the suitable vector. Mark a gene in mark a gene on a chromosome for isolation during restriction enzyme. ഇതൊക്കെ തെറ്റാണ്. Help in eliminating the non-transformants so that the transformants can be regenerated. 31st question, the answer is option 1. 32nd question, following enzymes techniques are used in the process of recombinant DNA technology. EcoR1 to cut the isolated genome, DNA ligase, protease and ribonuclease for removal of proteins and RNA from DNA, production of recombinant host. അല്ലെ, പ്രോസസ് ഓഫ് റീകോംബിനന്റ് DNA ടെക്നോളജിയുടെ ഓർഡർ ആണ് ചോദിക്കുന്നത്. ഫോളോയിങ് ടെക്നിക്സ്, എൻസൈംസ് ഓർ ടെക്നിക്സ് ആർ യൂസ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് റീകോംബിനന്റ് DNA ടെക്നോളജി. പ്രൊഡക്ഷൻ ഓഫ് റീകോംബിനന്റ് ഹോസ്റ്റ്, lysozyme for isolation of the genetic material, gel electrophoresis for separation and isolation of DNA fragments. ഓക്കെ, അപ്പോൾ 32nd ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് നമ്മളോട് ഇവിടെ ചോദിക്കുന്നത്. എന്താണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? യെസ്, ലൈസോസൈമിനെ നമ്മൾ ആദ്യം യൂസ് ചെയ്തിട്ട് DNA ഐസൊലേറ്റ് ചെയ്ത് എടുക്കും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലേ. യെസ് എവ്രി വൺ. ആൻഡ് ദെൻ നമ്മൾ പ്രോട്ടിയേസിനെയും റൈബോന്യൂക്ലിയസിനെയും ഒക്കെ നോക്കിയിട്ട് ബാക്കിയുള്ളവരെയൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളയും അല്ലേ. യെസ്, അവരെ ഒന്നും നമുക്കപ്പം ആവശ്യമില്ല. ഇസൻറ്റ് ഇറ്റ് മൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്? യെസ് എവ്രി വൺ. ഓക്കെ, ആൻഡ് ദെൻ EcoR1 നമ്മൾ നമ്മുടെ DNA മാത്രമായിട്ട് നമുക്ക് കിട്ടും. DNA ഐസൊലേറ്റ് ചെയ്ത് നമ്മൾ എടുക്കും, അതിനെ യൂസ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? യെസ്, നമ്മൾ അതിനെ 1 2 3 ആയി അല്ലേ. 5 കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 3 ആണ്. 5 3 ആൻഡ് ദെൻ വി ഹാവ് 1. ഓക്കെ, അപ്പോൾ 5 3 1 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. എന്നിട്ട് എന്താണ് വരുന്നത് മക്കൾ പറഞ്ഞേ? യെസ്, ആൻഡ് ദെൻ വി ഹാവ് ദ ജെൽ ഇലക്ട്രോഫോർസിസ് ഫോർ സെപ്പറേഷൻ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. 6. ഓക്കെ, അപ്പോൾ 5 3 1 ദെൻ വി ഹാവ് 6 വരുന്നത് ഓപ്ഷൻ 3 ആണ്. അപ്പം ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അതിനുശേഷം നമ്മൾ DNA ലൈഗേസിനെ ഉപയോഗിച്ച് അതിനെ വെക്ടറിൽ ഇൻസേർട്ട് ചെയ്ത് സീൽ ചെയ്യിപ്പിക്കും. ആൻഡ് ദെൻ പ്രൊഡക്ഷൻ ഓഫ് റീകോംബിനന്റ് ഹോസ്റ്റ് സെൽസ് അല്ലേ. അതിലേക്ക് നമ്മൾ ആ വെക്ടറിനെ നമ്മൾ ഹോസ്റ്റ് ബാക്ടീരിയത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഹോസ്റ്റ് ആണ് ഈക്വലൈ. സോ 32nd ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇസ് ഓപ്ഷൻ 3. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 33rd ക്വസ്റ്റ്യൻ,
മാച്ച് ദ ഫോളോയിങ് കോളംസ്. എല്യൂഷൻ, കോമ്പീറ്റൻസ് ഓഫ് ഫോഴ്സ്. എല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ DNA, നമ്മുടെ റീകോമിനന്റ് DNA കൺസ്ട്രക്ട് ചെയ്യുന്ന പ്രോസസ്സിൽ നമ്മൾ ആദ്യം DNA ഐസൊലേറ്റ് ചെയ്ത് അതിനെ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള ഫ്രാഗ്മെന്റ്സിനെ സെലക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് അല്ലെ, അഗാരോസ്റ്റൽ ഇലക്ട്രോഫോർസസിലൂടെ. അപ്പോൾ A4 ആണ് നമുക്കറിയാം. A4 ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്കുള്ളൂ, ഓപ്ഷൻ 4. അതുപോലെ കോമ്പീറ്റൻസ്, ഹോസ്റ്റലിന്റെ കോമ്പീറ്റൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CA2+ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ബയോലിസ്റ്റിക് ജീൻ ഗൺ മെത്തേഡ്, പ്ലാന്റ് സെൽസിലേക്ക് ജീൻ ട്രാൻസ്ഫർ നടത്താൻ വേണ്ടി ചെയ്യുന്ന മെത്തേഡാണ്. അപ്പം C1 ആണ്. ആൻഡ് ഇൻസേർഷൻ ഇനാക്ടിവേഷൻ, ബീറ്റാ ഗാലക്ടോസിഡേസ് ജീനാണ് നമ്മൾ ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇനാക്ടിവേറ്റഡ് ആവുന്നത്. സോ D3 ആണ്. സോ ഓപ്ഷൻ 4 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 34th ക്വസ്റ്റ്യൻ. ഇൻ RNAi ജീൻസ് ആർ സൈലൻസ് ഡ്യൂറിങ്. RNA ഇന്റർഫെറൻസ് നമുക്കറിയാം, നമ്മൾ ബയോടെക് ആപ്ലിക്കേഷൻസിൽ പഠിക്കുന്നതാണ്. അതായത് പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. RNAനെ സൈലൻസ് ചെയ്തുകൊണ്ട്, അതായത് ആ നെമറ്റോഡ് ഒരിക്കലും അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ റെപ്ലിക്കേറ്റ് ചെയ്ത് സർവൈവ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് RNA വെച്ചിട്ടാണ് നമ്മൾ സൈലൻസ് ചെയ്യുന്നത് അല്ലേ. സോ 34th question, the answer should be option 3. 35th question, which of the following is correct for are selected species, organism that reproduce quickly അല്ലേ? Large number of progeny with small size, large number of progeny with large size, small number of progeny with small size, small number of progeny with large size അല്ലേ? അതിൽ ഏതാണ് ആർ സെലക്റ്റഡ് സ്പീഷീസിന് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. ലാർജ് നമ്പർ ഓഫ് പ്രോജനി ആയിരിക്കണം, വിത്ത് സ്മോൾ സൈസ് ആയിരിക്കണം അല്ലെ. അത് നമ്മൾക്കറിയാം, അവരുടെ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗാനിസംസ് പല രീതിയിലും അവരുടെ ലൈഫ് സൈക്കിളിൽ എന്താ പറയുക, അവരുടെ റീപ്രൊഡക്റ്റീവ് പ്രോസസ്സിനെ ഇത് ചെയ്യാറുണ്ട്. അതായത് ചിലർ കുറേ പ്രാവശ്യം ഡെലിവറി ചെയ്യും, പക്ഷെ അതിൽ വെരി ഫ്യൂ പ്രോജനീസേ ഉണ്ടാവുള്ളൂ. പക്ഷെ ചിലർ ഒരു പ്രാവശ്യമൊക്കെ ഡെലിവറി ചെയ്യുള്ളൂ, പക്ഷെ അതിൽ ഒരുപാട് ലാർജ് നമ്പർ ഓഫ് പ്രോജനി ചെറിയ ചെറിയ സൈസിലുള്ളതുണ്ടാവും. ഇതിന്റെ എക്സാമ്പിൾസ് നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട് അല്ലേ. 35th question, the answer is option 1. 36th question, study the following statements and choose the correct option. ഇതിൽ എന്താണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ളത്? ടെപ്പീറ്റം nourishes the developing pollen grain. ഇത് ശരിയാണ് അല്ലേ. യെസ്, കറക്റ്റ് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തു. ഹൈലം represents the junction between ovule and funicle. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇതും കറക്റ്റ് ആണ്. ഇൻ അക്വാട്ടിക് പ്ലാന്റ്സ് such as water hyacinth and water lily, pollination is by water. ഇത് തെറ്റാണ്. വാട്ടർ ഹയാസിന്തിലും വാട്ടർ ലില്ലിയിലും മോസ്റ്റ്ലി എൻറ്റമോഫിലി ആണ് നടക്കുക അല്ലേ. അവരിൽ എന്താ നടക്കുക? എൻറ്റമോഫിലി അല്ലെങ്കിൽ അനിമോഫിലി നടക്കും. വിൻ പോളിനേഷനും നടക്കും. കോമൺലി അവർക്ക് ഭയങ്കര ബ്രൈറ്റ്ലി കളേർഡ് ഫ്ലവേഴ്സ്, ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഉള്ളത് കൊണ്ട് ഇൻസെക്ട് പോളിനേഷൻ ആണ് അവരിൽ നടക്കുക. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ദ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഇസ് ട്രിപ്ലോയിഡ്. അത് ശരിയാണ്, കാരണം ട്രിപ്പിൾ ഫ്യൂഷൻ ശേഷമാണ് അത് ഉണ്ടാകുന്നത്. സോ 1, 2 and 4 are correct statements, isn't it? 1, 2 and 4 are correct statements. So 36th question, the correct answer is option 2. 3 is incorrect. Now 37th question, an angiosperm male plant with 24 chromosome in its pollen mother cell is crossed with. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അവർ പറയുന്ന ഫാക്ട്സ് എഴുതി വെക്കുക. ഓക്കെ, അപ്പം പോളൻ മദർ സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു ഡിപ്ലോയിഡ് സെല്ലാണ്. 2n എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 14 ആണ്. ഈസ് ക്രോസ്ഡ് വിത്ത് എ ഫീമെയിൽ പ്ലാന്റ് ബെയറിംഗ് 24 ക്രോമസോംസ് ഇൻ ഇറ്റ്സ് റൂട്ട് സെൽസ്. റൂട്ട് സെൽ എന്ന് പറയുന്നത് അവരുടെ സൊമാറ്റിക് സെൽസ് ആണ് അല്ലേ. അപ്പം അവിടെയും എന്താണ്? ഡിപ്ലോയിഡ് നമ്പർ 24 തന്നെ, 14 അല്ല 24 ആണ് അല്ലേ. 24 ക്രോമസോംസ്. അപ്പോൾ 2n ഇവിടെ പോളൻ മദർ സെല്ല്, അതായത് മെയിൽ അല്ലേ. പോളൻ മദർ സെല്ല് ഫോം ചെയ്യുന്നത് മെയിൽ പാരൻ്റ് ആണല്ലോ, മെയിൽ പാരൻറ്റ്. ഓക്കെ, അത് ഡിപ്ലോയിഡ് ആണ്. ഇവിടെ 2n is equal to 24 ആൻഡ് ഇവിടെ ഫീമെയിൽ പാരൻറ്റിലും നമ്മുടെ ഡിപ്ലോയിഡ് നമ്പർ 2n is equal to 24. അപ്പോൾ അവർ ഗ്യാമെറ്റ്സ് ഫോം ചെയ്യുമ്പം n is equal to what? യെസ്, n is equal to what? 12 അല്ലേ. ഹാപ്ലോയിഡ് നമ്പർ എന്ന് പറയുന്നത് n എന്ന് പറയുന്നത് 12 ആയിരിക്കും. അവരുടെ ഗ്യാമെറ്റ്സിൽ ഹാഫ് നമ്പർ ഓഫ് ക്രോമസോംസ് അല്ലേ ഉണ്ടാവുള്ളൂ. വാട്ട് വുഡ് ബി ദ ക്രോമസോം നമ്പർ ഓഫ് എ റൂട്ട് സെൽ എന്ന് പറയുന്നത് സൊമാറ്റിക് സെല്ല് അല്ലേ. റൂട്ട് സെൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രോയിങ് സെല്ല്, സൊമാറ്റിക് സെല്ല്. അപ്പോൾ അതിൽ നിന്നാണല്ലോ പിന്നീട് നമ്മുടെ മെഗാസ്പോർ മദർ സെല്ലൊക്കെ മറ്റ് ഇതിൻ്റെ ഓവ്യൂളിൻ്റെ ഉള്ളിലൊക്കെ ന്യൂ സെല്ലേഴ്സിൽ നിന്നൊക്കെ ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ റൂട്ട് സെൽ എന്ന് പറയുന്നത് ഒരു സൊമാറ്റിക് സെല്ലാണ്. അപ്പോൾ അതൊരു ഗ്രോയിങ് പാർട്ടിലുള്ള സെല്ലാണ്, അത് ഡിപ്ലോയിഡ് ആയിരിക്കും.
ആൻഡ് പോളൻ മദർ സെൽ എന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ്റെ സമയത്ത് നമുക്കറിയാം നമ്മളുടെ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിൽ ഉള്ള സ്പോറോജീനസ് ടിഷ്യൂ നിന്ന് ഫോം ചെയ്യുന്ന സെല്ലാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ക്ലിയർ ആയി. വാട്ട് വുഡ് ബി ദ ക്രോമസോം നമ്പർ ഓഫ് എംബ്രിയോ ആൻഡ് എൻഡോസ്പേം? എംബ്രിയോ ഉണ്ടാവുന്നത് ആഫ്റ്റർ റെസ്പെക്റ്റീവ്ലി ഫോംഡ് ആഫ്റ്റർ ദിസ് ക്രോസ്. ഇവരെ രണ്ടുപേരെയും തമ്മിൽ ക്രോസ് ചെയ്ത് കഴിയുമ്പം ഇത് മെയിൽ ഗ്യാമേറ്റ്, ഇത് ഫീമെയിൽ ഗ്യാമേറ്റ്, ഇവരെ തമ്മിൽ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സൈഗോട്ട് കിട്ടും. സൈഗോട്ട് നിന്നാണ് എംബ്രിയോ ഉണ്ടാകുന്നത്. നമുക്കറിയാം ഇവിടെ രണ്ട് ഫ്യൂഷൻ നടക്കുന്നുണ്ട് ആൻജിയോസ്പേംസിൽ. ഡബിൾ ഫെർട്ടിലൈസേഷൻ ആൻജിയോസ്പേം എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അവിടെ ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. ആദ്യത്തെ ഫ്യൂഷനിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റ് തമ്മിൽ ഫ്യൂസ് ചെയ്യും. അപ്പം n+n നമുക്ക് കിട്ടുന്നത് 2n ആയിരിക്കും അല്ലേ. അതായത് 12+12 നമുക്ക് കിട്ടുന്നത് 24 ആയിരിക്കും നമ്മളുടെ സൈഗോട്ടിൻ്റെ എംബ്രിയോയുടെയും ഒക്കെ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 2n ആയിരിക്കും. പക്ഷേ എൻഡോസ്പേം ട്രിപ്പിൾ ഫ്യൂഷൻ അല്ലേ, അതായത് രണ്ടാമത്തെ മെയിൽ ഗ്യാമേറ്റ് പ്ലസ് ദ പോളാർ ന്യൂക്ലിയൈ അല്ലേ. പോളാർ ന്യൂക്ലിയൈ എന്ന് പറയുന്നത് ജസ്റ്റ് ബിഫോർ ഫെർട്ടിലൈസേഷൻ അവർ ഫ്യൂസ് ചെയ്യും. അപ്പം അതായത് അവർ സെക്കൻഡറി ന്യൂക്ലിയസ് ആയിട്ട് മാറും. സോ ദാറ്റ് വിൽ ബി മെയിൽ ഗ്യാമേറ്റ് 12 പ്ലസ് പോളാർ ന്യൂക്ലിയയുടെ ഇതെന്തായിരിക്കും 24 ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടും? n+2n നമുക്കിവിടെ 3n ആണ് കിട്ടുക അല്ലേ രണ്ടാമത്തെ ഫ്യൂഷനിൽ. അതായത് 24 + 12 അത് എത്രയാ? 24 + 10 34, then +2 36 അല്ലേ. അപ്പോൾ ആ നമ്പർ എത്രയായിരിക്കും? 36 ആയിരിക്കും. സോ പോളാർ ന്യൂക്ലിയർ 3n എന്ന് പറയുന്നത് 36 ആയിരിക്കും ആൻഡ് 2n എന്ന് പറയുന്നത് 24 ആയിരിക്കും. സോ 24 and 36, 37 ക്വസ്റ്റ്യൻ ദി ആൻസർ ഷുഡ് ബി ഓപ്ഷൻ 4. മനസ്സിലായോ? ആൻജിയോസ്പേംസിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ ഉണ്ട്. ഡബിൾ ഫെർട്ടിലൈസേഷന് രണ്ട് ഫ്യൂഷൻ ഉണ്ട്, സിൻഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. ഓർക്കുന്നില്ലേ? ഇതാണ് സിൻഗമി എന്ന് പറയുന്നത് ആദ്യത്തെ ഫ്യൂഷൻ. ഒരു മെയിൽ ഗ്യാമേറ്റ് ഫ്യൂസസ് വിത്ത് രണ്ടാമത്തെ ഫീമെയിൽ ഗ്യാമേറ്റ്. ഈ ഫ്യൂഷനാണ് എന്ത് പറയുന്നത്? നമ്മൾ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ട്രിപ്പിൾ ഫ്യൂഷൻ. അതുകൊണ്ടാണ് ഒരു മെയിൽ ഗ്യാമേറ്റ് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ആ സെക്കൻഡറി ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്ത് നമുക്കൊരു ട്രിപ്ലോയിഡ് ആയിട്ടുള്ള പ്രൈമറി എൻഡോസ്പേമിക് ന്യൂക്ലിയസ് തരുന്നത് അല്ലേ. പ്രൈമറി എൻഡോസ്പേമിക് ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നത് അത് ട്രിപ്ലോയിഡ് ആയിരിക്കും. സോ 24 and 36 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ റൈറ്റ്. 38 ക്വസ്റ്റ്യൻ അസേർഷൻ റീസൺ ആണ്. എൻഡോസ്പേം ഇസ് ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് 1 മെയിൽ ഗ്യാമേറ്റ് ആൻഡ് 2 പോളാർ ന്യൂക്ലിയൈ. അത് ശരിയാണ്. ബിക്കോസ് ഇൻ പി the endosperm remains the part of the seed as it is not completely used up during embryo development. Assertion ശരിയാണ്. പക്ഷേ റീസൺ എൻഡോസ്പേം റിമെയിൻസ് ആസ് പാർട്ട് ഓഫ് ദ അത് നോൺ എൻഡോസ്പേമിക് ആണ്. പി എന്ന് പറയുന്നത് ഒരു നോൺ ആൽബുമിനസ്, എക്സ് ആൽബുമിനസ് അല്ലെങ്കിൽ നോൺ എൻഡോസ്പേമിക് സീഡാണ്. അവരിൽ എൻഡോസ്പേം റിമെയിൻ ചെയ്യുന്നില്ല. സോ റീസൺ ഇസ് റോങ് അല്ലേ. സോ അസേർഷൻ ഇസ് ട്രൂ ആൻഡ് റീസൺ ഇസ് ഫാൾസ്. 38th question, the answer is option 3. 39th question, read the following statements with respect to embryo sac. എംബ്രിയോ സാക്കിന്റെ പ്രത്യേകത നമുക്കറിയാലോ, 8 ന്യൂക്ലിയേറ്റഡ് 7 സെൽഡ് ആണ്. ഇൻ ആൻ എംബ്രിയോ സാക്ക് 6 of the 8 nuclei are surrounded by cell walls and organized into cells. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിക്കുന്നത് ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്യാനാണ് അല്ലേ. യെസ്, അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് അല്ലേ. കാരണം നമ്മൾ എംബ്രിയോ സാക്കിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ആൻജിയോസ്പേംസിലെ എംബ്രിയോ സാക്ക് ഇരിക്കുന്നത്. ഇതാ ഇവിടെ നമുക്ക് 2 സിനർജിഡ്സ് കാണാൻ പറ്റും. ആ സിനർജിഡ്സിൽ മറ്റേ ഫിംഗർ ലൈക്ക് ഫൈലിഫോം അപ്പാരറ്റസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ നടുവിലായിട്ടാണ് എഗ്ഗ് ഉണ്ടാവുക അല്ലേ. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ ഒരു ലാർജ് സെൻട്രൽ സെല്ലുണ്ട്. ആ സെൻട്രൽ സെല്ലിൻ്റെ നടുക്കായിട്ട് 2 പോളാർ ന്യൂക്ലിയർ ഇരിക്കുന്നുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് ദ ആൻറ്റിപോഡൽ സെൽസ് അല്ലേ. അപ്പോൾ ഇവരെല്ലാവരും എന്താണ്? ഹാപ്ലോയിഡ്. അപ്പോൾ ആൻറ്റിപോഡലിൻ്റെ ചുറ്റിനും എന്തുണ്ട്? വാൾ ഉണ്ട്. ഇതാ 1 2 3 അല്ലേ, ഇൻഡിവിജ്വൽ വാൾസ് ഉണ്ട്. ആൻഡ് ഇത് നമ്മളുടെ സിനർജിഡിൻ്റെ ചുറ്റിനും വാൾ ഉണ്ട്, അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് വാൾ ഉണ്ട്. ആൻഡ് ഓൾസോ എഗ് സെൽ ഓൾസോ ഹാസ് എ വാൾ അല്ലേ. ഇതിനാണ് നമ്മൾ എഗ് അപ്പാരറ്റസ് എന്ന് പറയുക അല്ലേ. അപ്പോൾ ഇവർ പറയുന്നത് 6 of the 8 nuclei are surrounded by cell wall. ശരിയല്ലേ? 1 2 3 4 5 6. പക്ഷേ ഈ 2 പേർക്ക് ഒരു കോമൺ വാൾ ഇല്ല. അവർ സെൻട്രൽ സെല്ലിൻ്റെ നടുഭാഗത്ത് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. The polar nuclei are situated just below the egg apparatus in the large central cell. അത് ശരിയാണ്. കാരണം ഇതിനെയാണ് നമ്മൾ എഗ് അപ്പാരറ്റസ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ എപ്പോഴും എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ ഇറ്റ് ഓൾവേസ് സ്റ്റാർട്ട്സ് ഫ്രം ദി ഓപ്പൺ എൻഡ് ഓഫ് ദ ഓവ്യൂൾ. ഓപ്പൺ എൻഡ് ഓഫ് ദ ഓവ്യൂൾ എന്ന് പറയുന്നത് ഇവിടെയായിരിക്കും. ഓക്കെ, എഗ് അപ്പാരറ്റസ് എപ്പോഴും ഇരിക്കുക മൈക്രോപൈലാർ എൻഡിലേക്കാണ്. കാരണം അതിലെ കൂടെ അല്ലെ പോളൻ ട്യൂബിന് കയറാൻ എളുപ്പം. അപ്പോൾ എപ്പോഴും
ഒവ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ട്, സ്റ്റാർട്ടിംഗ് പാർട്ട് ഇതാണ് സെക്കൻഡ് മിഡിൽ പാർട്ട്, ഇതാണ് തേർഡ് എൻഡ് പാർട്ട് അല്ലേ. അപ്പം അങ്ങനെ പറയുമ്പോൾ ദ പോളാർ ന്യൂക്ലിയർ സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ ദ എഗ് അപ്പാരറ്റസ്, അത് ശരിയല്ലേ? യെസ്, കാരണം പല ഷേപ്പ് ഓഫ് ഓവ്യൂൾസ് ഉണ്ടല്ലോ അല്ലേ മക്കളെ. അപ്പം ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയായിട്ട് എടുക്കാം. ദ എഗ് അപ്പാരറ്റസ് കൺസിസ്റ്റ് ഓഫ് 1 സിനർജിഡ് ആൻഡ് 2 egg cells, അത് തെറ്റാണ് അല്ലേ. 2 സിനർജിഡ്സും ഒരു എഗ് സെല്ലുമാണ് ഉള്ളത്. മെച്ചുർ എംബ്രിയോ സാക് പോസസ് 7 celled and 8 nucleate കണ്ടീഷൻ, തെറ്റല്ലേ? അല്ല, ശരിയാണ് അല്ലേ. അത് 8 ന്യൂക്ലിയേറ്റ്, കാരണം 8 ന്യൂക്ലിയസസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ 8 ന്യൂക്ലിയസുകൾ. 1 2 3 ഇവിടെ, പിന്നെ 4 5 ഇവിടെ, 6 7 8 ന്യൂക്ലിയേറ്റഡ് ആൻഡ് 7 celled കണ്ടീഷൻ, അങ്ങനെയുള്ളതാണ് നമ്മുടെ പോളിഗോണം. അപ്പം ഇതും ശരിയാണ്. സെൻട്രൽ സെൽ ഇസ് ദ സ്മോളസ്റ്റ് സെൽ ഓഫ് ദി എംബ്രിയോ സാക്, അല്ല, സെൻട്രൽ സെൽ ഇസ് ദ ലാർജസ്റ്റ് സെൽ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 2 ആൻഡ് 4 ആർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ, ബാക്കിയെല്ലാം തെറ്റാണ്. സോ ഓപ്ഷൻ 1 ആണ് 39th ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 40th ക്വസ്റ്റ്യൻ, റെക്കഗ്നൈസ് ദ ഫിഗർ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് മാച്ചിങ്. ഇവിടെ ഓരോന്നും എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്നത് എന്താണ് മക്കൾ നോക്കിക്കേ. അതായത് നമ്മളുടെ ന്യൂസെല്ലസിൻ്റെ ഉള്ളിൽ ഒരു സെല്ല് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഭയങ്കര ലാർജ് ആവും അല്ലേ. അപ്പോൾ അത് മെഗാസ്പോർ മദർ സെല്ല് ഫോം ചെയ്യുന്നതാണ് എയിൽ കാണിച്ചിരിക്കുന്നത്. സോ എ ഈസ് മെഗാസ്പോർ മദർ സെൽ. ആൻഡ് ദെൻ നമ്മൾ ബിയിലേക്ക് വരുമ്പോൾ ബിയിൽ എന്താ കാണിച്ചിരിക്കുന്നത്? ദ മൈക്രോപൈലാർ എൻഡ് ഓഫ് ദി ഓവ്യൂൾ ആണ് കാണിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ നമുക്ക് ഫങ്ഷണൽ മെഗാസ്പോർ ടെട്രാഡ് ഫോം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ സി എന്ന് പറയുന്നത് എന്താണ്? മെഗാസ്പോർ, ഇവിടെ 2 സെല്ലുകളെ ഫോം ചെയ്തിട്ടുള്ളൂ. സോ മെഗാസ്പോർ ഡയാഡ് ആണ്. ആൻഡ് ഡി എന്ന് പറയുന്നത് നമുക്ക് 4 സെല്ലുകൾ കാണാം. സോ ദർ ഇസ് മെഗാസ്പോർ ടെട്രാഡ് അല്ലേ. 1 2 3 4 4 സെല്ല് കാണുന്നില്ലേ ഇവിടെ 2 സെല്ലേ ഉള്ളൂ, 1 and 2. അവരിയ്ക്കുന്നത് ഈ മൈക്രോപൈലിൻ്റെ അടുത്തേക്കാണ്. ഈ ഇമേജ് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ആൻഡ് ഡിയിൽ നമുക്ക് 4 പേരെ കാണാം. സോ വി ഹാവ് ദ മെഗാസ്പോർ ടെട്രാഡ് ഹിയർ. ആൻഡ് നമ്മളുടെ ഇ എന്ന് പറയുന്നത് എന്താണ്? ഈ ഇരിക്കുന്നത് ന്യൂസെല്ലാർ സെൽസ് ആണ്. അതിൽ നിന്നാണല്ലോ മെഗാസ്പോർ മദർ സെൽ ഉണ്ടാവുന്നത്. അപ്പോൾ ന്യൂസെല്ലാർ സെൽസ് ആണ്. അപ്പോൾ എന്താണ് കറക്റ്റ് ആൻസർ? എ മെഗാസ്പോർ മദർ സെൽ, ബി മൈക്രോപൈലാർ എൻഡ്, and C is the megaspore dyad and D is the megaspore tetrad, E is the nucellus. Option 3 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. 41st question, let's see what is the correct answer. So we have to find the correct statements here. Pollination by water is quite rare in flowering plants and is limited to about 50 genera, mostly monocots. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ ശരിക്കും? യെസ്, കാരണം എന്താ? ഇറ്റ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു 50 genera, it is limited to 30 genera and mostly monocots. ശരിയാണ്, ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. വാട്ടർ ഈസ് റെഗുലർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഫോർ ദ മെയിൽ ഗാമേറ്റ്സ് അമംഗ് ഹയർ പ്ലാന്റ് ഗ്രൂപ്പ്സ്. ഹയർ പ്ലാന്റ് ഗ്രൂപ്പ്സിലല്ല വാട്ടർ യൂസ് ചെയ്യുക. ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ് പോലുള്ള ലോവർ പ്ലാന്റ്സും പിന്നെ ചില അക്വാട്ടിക് പ്ലാന്റ്സുമാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, സ്റ്റഡി ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെറിഡോഫൈറ്റ്സ് ആർ ലിമിറ്റഡ് ബിക്കോസ് ദ നീഡ് ഓഫ് വാട്ടർ ഫോർ ട്രാൻസ്പോർട്ട് ഓഫ് മെയിൽ ഗാമേറ്റ്സ് ആൻഡ് ഫെർട്ടിലൈസേഷൻ. അത് ശരിയാണ്, കാരണം നമുക്കറിയാം ബ്രയോഫൈറ്റ്സിനെയൊക്കെ നമ്മൾ ആംഫിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്നാണ് വിളിക്കുക. കാരണം ദേ ലിവ് ഇൻ ദ ലാൻഡ് ബട്ട് ദേ നീഡ് വാട്ടർ ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് ദെയർ ഗാമേറ്റ്സ് ഫോർ ദെയർ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മെഗാസ്പോറോജെനസിസ് ഇസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെഗാസ്പോർസ്. അതും ശരിയാണ് അല്ലേ. ത്രൂ മിയോട്ടിക് ഡിവിഷൻസ് ഫോളോഡ് ബൈ മൈറ്റോട്ടിക് ഡിവിഷൻസ്. തേർഡ് ആൻഡ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ഉള്ളത്. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2. 42nd question, some foreign DNA fragments are attached to clav1 site of PBR 322. ഇവിടെ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മളിതാ ഈ വെക്ടറിനെ അങ്ങ് വരയ്ക്കുക. PBR 322 നമുക്കറിയാലോ, നമ്മൾ ആർട്ടിഫിഷ്യലി കൺസ്ട്രക്ട് ചെയ്യുന്ന പ്ലാസ്മിഡ് ആണ് PBR 322. അതിനിതാ ആംപിസിലിൻ റെസിസ്റ്റൻസ് ഉണ്ട് ഇവിടെ, ആൻഡ് ഇവിടെ അവർക്ക് എന്തുണ്ട്? ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസും ഉണ്ട്. അവിടെ തന്നെ ഇവർക്ക് മൾട്ടിപ്പിൾ റെക്കഗ്നിഷൻ സൈറ്റ്സും ഉണ്ട്. ഇവിടെ ഉള്ളതാണ് ടെട്രാസൈക്ലിൻ സൈറ്റിലുള്ളതാണ് നമ്മുടെ ബാം H1ഉം അല്ലേ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വന്ന് കട്ട് ചെയ്യുന്ന സ്ഥലം, SAL1ഉം. അതുപോലെ ആംപിസിലിൻ സൈറ്റിലാണ് PST1ഉം. അതുപോലെ തന്നെ ദേ ഓൾസോ ഹാവ് PVU1ഉം അല്ലേ. PVU1ഉം ഉള്ളത് ഇവിടെയാണ്. ബാക്കി നമ്മൾ ഈ റീജിയനിലൊക്കെ നോക്കുകയാണെങ്കിൽ ദേ ഹാവ് ഈക്കോ R1, they have clav1 site, they have HIND2 അല്ലേ, ഓർക്കുന്നില്ലേ നമ്മളുടെ PBR 322ന്റെ സൈറ്റ്. then they have an ORI site here, they have ROP here. ROP എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പ്രോട്ടീൻസിന് വേണ്ടി കോഡ് ചെയ്യുന്ന റീജിയൻ ആണ് ROP യിലും അവർക്ക് ഒരെണ്ണം കൂടിയുണ്ട് റെക്കഗ്നിഷൻ സൈറ്റ് PVU2.
അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ PBR 322. ഇത് നമ്മൾ അറിഞ്ഞിരുന്നാലേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സ്ട്രക്ചർ പഠിച്ചു വെക്കുക. ഇവർ പറയുന്നത് എന്താ, ക്ലാവൺ സൈറ്റിലാണ് ഫോറിൻ DNA കൊണ്ടിടുന്നത്. അപ്പോൾ ഇവിടെയാണ് ഫോറിൻ DNA കൊണ്ടിടുന്നത്. അതിൻ്റെ അർത്ഥം നമ്മുടെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനുകളൊന്നും അഫക്റ്റഡ് ആകുന്നില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സ്ട്രക്ചർ അറിയുന്നവർക്ക് ഇത് മുഴുവൻ വരച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെ നമ്മൾ ഒരു ഈക്വലൈ സെല്ലിലേക്ക് ട്രാൻസ്ഫോം ചെയ്തു. ഇതാണ് ഈക്വലൈ സെല്ല്. ഈക്വലൈ സെല്ല് നമ്മുടെ വെക്ടർ കയറി. അപ്പോൾ വെക്ടറിൽ ഇപ്പോൾ ഫോറിൻ DNA ഇരിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇവരുടെ 2 ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് സെലക്റ്റബിൾ മാർക്കേഴ്സും ആക്റ്റീവ് ആണ്. അങ്ങനെയുള്ള ഇതിനെ നമ്മൾ ഒരു 2 മീഡിയയിലിട്ട് കൾച്ചർ ചെയ്യാണ്. ആദ്യത്തെ മീഡിയയിൽ എന്തുണ്ട്, ആംപിസിലിൻ ഇട്ടിട്ടുണ്ട്. രണ്ടാമത്തെ മീഡിയയിൽ എന്തിട്ടിട്ടുണ്ട്, tetracycline ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് എ സെൽ സബ്ജക്റ്റഡ് ഫോർ ട്രാൻസ്ഫോർമേഷൻ ആർ പ്ലേറ്റഡ് ഓൺ 2 different media containing ampicillin and other containing tetracycline. The transformed cells containing the recombinant vector. ഈ recombinant vector ഉള്ള ആളുകൾ എവിടെയൊക്കെ സർവൈവ് ചെയ്യും? യെസ്, ഇവിടെ ഏതൊക്കെ രണ്ടിലും സർവൈവ് ചെയ്യില്ലേ? എന്തുകൊണ്ടാ? കാരണം അവർക്ക് ആംപിസിലിൻ റെസിസ്റ്റൻസും ഉണ്ട്, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസും ഉണ്ട്. അവരുടെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് ഒട്ടും തന്നെ അഫക്റ്റഡ് ആയിട്ടില്ല. അപ്പം രണ്ടിലും അവർ സർവൈവ് ചെയ്യും. ഇസ്ന്റ് ഇറ്റ്? ഇവിടെ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ ഓഫ് നമ്മളുടെ ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസോ ഒന്നും നടന്നിട്ടില്ല. ബിക്കോസ് ക്ലാവൺ സൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും പുറത്താണ്. സോ ദ കറക്റ്റ് ആൻസർ ഷുഡ് ബി വാട്ട്? വിൽ ഗ്രോ ഓൺ ബോത്ത് tetracycline containing and ampicillin containing media, will not grow on either tetracycline containing or ampicillin containing media, will grow on tetracycline but not on ampicillin containing medium, will grow on ampicillin but not on tetracycline containing medium. They will grow on both tetracycline containing and ampicillin containing media. 42nd question, the answer is option 1. അല്ല മക്കളെ, I hope this is clear to all of you. Yes. 43rd question. Assertion. Restriction endonucleases recognize short palindromic sequences and cut at specific sites. Yes, that is correct. Okay, because when restriction endonuclease acts on palindrome, it cleaves both the strand of the DNA molecule. രണ്ടും കറക്റ്റ് തന്നെയാണ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ? പക്ഷെ ഒന്നും മറ്റൊന്നിന്റെ എക്സ്പ്ലനേഷൻ അല്ല. ബോത്ത് assertion and reason are true, but reason is not the correct explanation of the assertion. 43rd question, the answer should be option 2. 44th question. Given below are 4 statements pertaining to separation of DNA fragments using gel electrophoresis. Identify the incorrect statement. ഇതിൽ wrong statement ആയിട്ടുള്ളത് ഏതാണ്? DNA is negatively charged molecule and so it is loaded on gel towards the anode terminal. നമ്മളോട് ചോദിക്കുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. പക്ഷേ അതിനെ ആനോഡിലല്ലോ നമ്മൾ ലോഡ് ചെയ്യുന്നത്. വെൽസ് ഇരിക്കുന്നത് ഇങ്ങനെയല്ലേ നമ്മുടെ അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ് ഉണ്ടാവുക. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ വെൽസ് ഉണ്ട് അല്ലേ? ഇത് കാത്തോഡ്, ഇത് ആനോഡ്. നമ്മൾ DNA ലോഡ് ചെയ്യുന്നത് ഇവിടെയാണ് അല്ലേ? അതുകൊണ്ടാണ് ഇവർക്ക് പോസിറ്റീവ്ലി ചാർജ്ഡ് എൻഡിലേക്ക് പോകാൻ ടെൻഡൻസി ഉണ്ട്. അത് തെറ്റാണ്. DNA fragments travel along the surface of the gel whose concentration does not affect the movement of the DNA. അതും തെറ്റാണ് അല്ലേ? യെസ്, ബിക്കോസ് ഇറ്റ് ഡസ് അഫക്ട് ദ മൂവ്മെൻറ്റ് ഓഫ് ദ DNA. യെസ്, ബിക്കോസ് ഇത് മാസ് ബേസ്ഡ് സെപ്പറേഷൻ ആണ്. സ്മോളർ സൈസ് ഓഫ് DNA fragment larger is the distance it travels through it. ഏറ്റവും ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് പെട്ടെന്ന് ആനോഡിലേക്ക് എത്തും അല്ലേ? കുറച്ച് വലിയ ഫ്രാഗ്മെൻറ്റ്സ് ആണെങ്കിൽ അവർ കുറച്ച് പതുക്കെ ആയിരിക്കും എത്തുക. അത് ശരിയാണ്. The pure DNA can be visualized directly by exposing UV radiation. That is wrong, because നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യണം? ഒരു എഥീഡിയം ബ്രോമൈഡ് പോലത്തെ ഒരു കളർ പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കതിനെ ഓറഞ്ച് ബാൻഡ്സ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. സോ 1, 2 and 4 are wrong statements. 44th question, the answer is option 4. 45th question. Cultivation of BT cotton has been much in the news. The prefix BT means barium treated. നമുക്കറിയാം പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി, ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ജീനാണ് BT ടോക്സിൻ്റെ ജീൻ. ദാറ്റ് ഇസ് ടേക്കൺ ഫ്രം ദ ബാസിലസ് thuringiensis ബാക്ടീരിയ. പ്രീഫിക്സ് BT means carrying endotoxin gene from Bacillus thuringiensis അല്ലേ? 45th question, the answer is option 4. 46th question. Select the correct option for the given statements 1, 2 and 3. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻസ് ആണ്. In a transgenic cow, Rosie produced human protein enriched milk, which was nutritionally more balanced for human babies than natural cow milk. അല്ലേ? അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ജനറ്റിക്കലി മോഡിഫൈഡ് ആനിമൽസിൻ്റെ കാര്യം അവരിൽ നിന്നും എങ്ങനെ നമ്മൾ ന്യൂട്രീഷ്യസ് മിൽക്ക് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. മിൽക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ട്രാൻസ്ജനിക് കൗ റോസി കണ്ടെയ്ൻസ് 2.4 gram per liter. അതും ശരിയാണ്.
Okay, now in the above mentioned milk, human alpha lactalbumin is present. All the statements are correct, alle? So all statements are correct is the correct answer for question number 46. 47 question, match the following ആണ്. ഇതിൽ നമുക്കറിയാം മ്യൂച്വലിസം ഈസ് എ പ്ലസ് ഇന്ററാക്ഷൻ, പോസിറ്റീവ് രണ്ടുപേരും ബെനിഫിറ്റ് ആവുന്ന ഇന്ററാക്ഷൻ ആണ്. അതിന്റെ കറക്റ്റ് ഓപ്ഷൻ ആണ് 5 അല്ലേ, ഓർക്കിഡ് ഓഫ്രിസ് ആൻഡ് ബി. ശരിക്കും ഓർക്കിഡിന്റെ പെറ്റല് അത് ഫീമെയിൽ ബീനെ റെപ്രസെന്റ് ചെയ്യുന്ന പോലെ ഡിസൈൻ അതിന്റെ അതെന്താ പറയുക, അത് ചേഞ്ച് ചെയ്യും, അതിന്റെ സ്ട്രക്ചർ, മോർഫോളജിക്കൽ സ്ട്രക്ചർ മാറ്റും അല്ലെ. സോ ദ ബി ഗെറ്റ്സ് അട്രാക്റ്റഡ് ടു ദാറ്റ് ആൻഡ് ഗോസ് ആൻഡ് കപ്പിലേറ്റ്സ് വിത്ത് ഇറ്റ് അല്ലെ, അത് അതിന്റെ മീറ്റിംഗ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം പ്ലാന്റിന്റെ എന്ത് നടക്കും, പോളിനേഷൻ നടക്കും ആ വഴി. ഓക്കെ, സോ മ്യൂച്വലിസം A5 ആണ് വരിക. കോമൺസാലിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പോസിറ്റീവ് ന്യൂട്രൽ ഇന്ററാക്ഷൻ. ഒരാൾക്ക് ഭയങ്കര പോസിറ്റീവ് ബെനിഫിറ്റ്സ്, മറ്റേ ആൾ അത് അറിയുന്നതേ ഇല്ല അല്ലെ, മറ്റേ ആൾ അത് എഫക്ട് ചെയ്യുന്നതേ ഇല്ല. അതിന്റെ എക്സാമ്പിളാണ് എപ്പിഫൈറ്റ് ഓൺ മാംഗോ ട്രീ ബ്രാഞ്ച്. അതായത് നമ്മുടെ എപ്പിഫൈറ്റ് ലൈക്ക് വാൻഡ, ഓർക്കിഡ്സ് ഒക്കെ മറ്റു മരങ്ങളിൽ പോയി വളരുമ്പോൾ അത് ഇവരെ എഫക്ട് ചെയ്യുന്നു. മരത്തിനെ അത് എഫക്ട് ചെയ്യുന്നില്ല, പക്ഷേ എപ്പിഫൈറ്റിന് അവിടെ നിന്ന് ഷെൽട്ടർ കിട്ടുന്നുണ്ട്. പാരസൈറ്റിസം എന്താണ്, പോസിറ്റീവ് നെഗറ്റീവ് ഇന്ററാക്ഷൻ ആണ്. ബിക്കോസ് ഹോസ്റ്റിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പാരസൈറ്റ് അബ്സോർബ് ചെയ്തെടുക്കുകയാണ്, ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ സി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ടിക്സ് ഓൺ ഡോഗ്സ്, ഡോഗ്സിന്റെ ബ്ലഡ് ടിക്സ് കുടിക്കില്ലേ. യെസ്. നൗ കോമ്പറ്റീഷൻ ഈസ് എ നെഗറ്റീവ് ഇന്ററാക്ഷൻ. രണ്ടുപേരും എന്താ ചെയ്യുന്നത്, ഒരേ റിസോഴ്സസിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത് കോമ്പീറ്റ് ചെയ്ത് രണ്ടുപേർക്കും ബെനിഫിഷ്യൽ അല്ലാണ്ടാവുകയാണ്. അതാണ് നമ്മുടെ ബലാനസ് ആൻഡ് ചതലാമസ് അല്ലെ, നമ്മളുടെ അക്വാട്ടിക് ഓർഗാനിസത്തിന്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഇ ഇസ് predation. Predation is also a positive negative interaction. The predator is getting benefited, prey is getting killed അല്ലേ. അപ്പം സ്പാരോ ഈറ്റിംഗ് എനി സീഡ്, സ്പാരോ is a predator and seed is the prey. അപ്പം ചെടിയുടെ വിത്തല്ലേ നഷ്ടപ്പെടുന്നത്, ചെടിക്ക് നഷ്ടപ്പെടുന്നത്. അപ്പം അതെല്ലാം കറക്റ്റ് ഇതാണ്. അപ്പം A5, B4, C1, D2 ആൻഡ് E3 ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. 48 question, assertion and reason. Assertion is TI plasmid obtained from Agrobacterium tumefaciens is effectively used as a vector for gene transfer in plants. Okay, അത് ശരിയാണ്. ഇറ്റ്സ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ബിക്കോസ് അഗ്രോബാക്ടീരിയത്തിന് നമ്മൾ നാച്ചുറൽ ജെനറ്റിക് എഞ്ചിനീയർ എന്നാണ് പറയുക അല്ലെ, നാച്ചുറൽ ജെനറ്റിക് എഞ്ചിനീയർ എന്നാണ് നമ്മൾ അഗ്രോബാക്ടീരിയത്തിനെ പറയുന്നത്. റീസൺ, the part of the TI plasmid transferred into DNA of the plant is called TDNA അല്ലേ. നമുക്കറിയാം TDNA ആണ് അവർ ട്രാൻസ്ഫർ ചെയ്ത്. രണ്ടും ശരിയാണ്, പക്ഷെ ഒന്നും മറ്റൊന്നിന്റെ എക്സ്പ്ലനേഷൻ അല്ല. സോ ബോത്ത് assertion and reason are true, but reason is not the correct explanation of the assertion. 49 question, a biologist studied a population of rats in a barn. He found that average natality was 250 അല്ലേ. നേറ്റാലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, അതായത് ബർത്ത് റേറ്റ്, എത്ര പേര് വളർന്നിട്ടുണ്ട്, അതായത് 250 ആയിട്ട് ഉണ്ട് അല്ലേ. ആവറേജ് മോർട്ടാലിറ്റി വാസ് 240, ഡി എന്ന് പറയുന്നത് 240 ആയിട്ടുണ്ട്. ആൻഡ് ഇമിഗ്രേഷൻ, എത്ര പേര് അവിടെ പുതിയതായിട്ട് വന്നു, ദാറ്റ് ഇസ് ഇമിഗ്രേഷൻ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 20 ആണ്. എമിഗ്രേഷൻ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 30 ആണ് അല്ലേ. അപ്പൊ നമ്മൾക്ക് എങ്ങനെയാ അത് നെറ്റ് ഇൻക്രീസ് ഓഫ് ദ പോപ്പുലേഷൻ കിട്ടുന്നത് നമുക്കറിയാം, ബർത്ത് റേറ്റ് പ്ലസ് ഇമിഗ്രേഷൻ മൈനസ് ഡെത്ത് റേറ്റ് പ്ലസ് എമിഗ്രേഷൻ ആണ്. ബർത്ത് റേറ്റ് പ്ലസ് ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് 250 പ്ലസ് 20 നമുക്ക് 270 കിട്ടും, isn't it? ആൻഡ് ഇവിടെയും എന്തായിരിക്കും, അത് 250 പ്ലസ് 20 നമുക്ക് 270 കിട്ടും, മൈനസ് 240 പ്ലസ് 30 that is also 270, so that will be 0. കാരണം നെറ്റ് ഇൻക്രീസ് ഓഫ് പോപ്പുലേഷൻ ഇസ് ആക്ച്വലി 0 ബിക്കോസ് അവിടെ പ്രത്യേകിച്ച് കാരണം രണ്ടും ഈക്വൽ ആണല്ലോ. ദാറ്റ് ഈസ് ദ ബർത്ത് റേറ്റ് പ്ലസ് ഇമിഗ്രേഷൻ ഈക്വൽസ് ദ ഡെത്ത് റേറ്റ് പ്ലസ് എമിഗ്രേഷൻ അല്ലേ. സോ 49 question ആൻസർ ഇസ് ഓപ്ഷൻ 3. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, assertion reason. Commensalism is a type of positive interaction. It's a positive neutral interaction അല്ലേ. Because in commensalism one organism is benefited while the other is harmed അല്ലേ. assertion is true ആണ് because it is a positive neutral interaction എന്ന് നമുക്ക് പറയാം. ആർക്കും അവിടെ ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട് ഒരാൾക്ക്, പക്ഷെ ആർക്കും ഹാമിങ്ങും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. സോ വി ക്യാൻ കൺസിഡർ ദിസ് ആസ് എ പോസിറ്റീവ് ഇന്ററാക്ഷൻ അല്ലെ, പോസിറ്റീവ് ന്യൂട്രൽ ഇന്ററാക്ഷൻ. സോ അസേർഷൻ ഈസ് ട്രൂ, ബട്ട് ഇൻ കോമൺസാലിസം വൺ ഓർഗാനിസം ഇസ് ബെനിഫിറ്റഡ് അതർ ഈസ് ഹാംഡ് ആണോ, അല്ല അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് മറ്റേ ക്ലൗൺ ഫിഷ്, സീ ആനിമോൺ, നമ്മുടെ എപ്പിഫൈറ്റ്, ഗ്രോയിങ് ഓൺ എ ട്രീ, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. പക്ഷെ ഇവിടെ ആർക്കും ഹാം ഒന്നും വരുന്നില്ല. സോ അസേർഷൻ ഈസ് ട്രൂ ആൻഡ് റീസൺ ഇസ് ഫാൾസ്. അങ്ങനെ നമ്മളുടെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ സക്സസ്ഫുൾ ആയി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. I hope this discussion was helpful. എല്ലാവരും നല്ലപോലെ റിവൈസ് ചെയ്തിട്ടുണ്ട്, നല്ലപോലെ സ്കോർ ചെയ്തെന്ന് വിചാരിക്കുന്നു. അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.